നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അഖിലാണ്ടത്തെയും ഈ അഖിലാണ്ടത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായിരിക്കുന്ന സൃഷ്ടിതാവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് എത്ര പരിമിതമായിരിക്കും. അനന്തനായിട്ടുള്ള സൃഷ്ടാവിനെ പൂർണ്ണമായി ഗ്രഹിക്കാൻ ഒരു സൃഷ്ടിത മനസ്സിനും കഴിയുകയില്ല. എയ്ക്കും കഴിയുകയില്ല, ആർക്കും കഴിയുകയില്ല. ഏവർക്കും സ്നേഹവന്ദനം. ബൈബിളിലെ ദൈവവും ഖുറാനിലെ അള്ളാഹുവും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് ഇരു വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ സാമ്യങ്ങൾ എന്തൊക്കെയാണ്, അന്തരം എന്തൊക്കെയാണ് എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ ഈ എപ്പിസോഡുകളിലൂടെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് ഈ കാറ്റഗറിയിലെ 5-ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് മനുഷ്യർ കേവലം ജൈവജീവികളല്ല, മറിച്ച് തങ്ങളുടെ സൃഷ്ടാവിനെ ഉത്തരവാദികളായ ധാർമ്മിക ജീവികളാണെന്ന് മനസാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പൊതു വെളിപ്പാടിൻ്റെ പരിധികളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവമുണ്ടെന്നും മാനവികത അവന് മുമ്പിൽ ഉത്തരവാദികളാണെന്നും വെളിപ്പെടുത്താൻ പൊതു വെളിപ്പാട് മതിയാകും. എന്നാൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി വെളിപ്പെടുത്താൻ അത് പര്യാപ്തമല്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. താഴെ പറയുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാൻ തക്കവണ്ണം സൃഷ്ടിക്ക് കഴിയുകയില്ല. അതെന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ? എന്തുകൊണ്ട് മാനവികത പാപത്തിൽ വീണു? അബ്രഹാമുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അർത്ഥം എന്താണ്? എന്തുകൊണ്ട് ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തു? എന്തുകൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹ ഇസ്രായേലിലേക്ക് വരേണ്ടി വന്നു? ആരാണ് ആ മശിഹ? എന്തുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു? യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? പാപികൾക്ക് എങ്ങനെയാണ് പാപമോചനവും നിത്യജീവനും ലഭിക്കുക? നക്ഷത്രങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്നു, എന്നാൽ അവ സുവിശേഷം പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പർവ്വതങ്ങൾ ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെടുത്തുന്നു, എന്നാൽ അവ ദൈവത്തിൻ്റെ രക്ഷാകര കൃപ വെളിപ്പെടുത്തുന്നില്ല. കടൽ ദൈവത്തിൻ്റെ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നു, എന്നാൽ അത് ക്രിസ്തുവിൻ്റെ ക്രൂശിനെ വെളിപ്പെടുത്തുന്നില്ല. ഈ സത്യങ്ങൾക്കായി മാനവികത പ്രത്യേക വെളിപാടിനെ ആശ്രയിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികൾ, പ്രവാചകന്മാർ, നിവേശം ലഭിച്ച തിരുവെഴുത്തുകൾ, ആത്യന്തികമായി അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ നേരിട്ടുള്ള കൃപ നിറഞ്ഞതായിട്ടുള്ള ആശയവിനിമയം, അതാണിപ്പോൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് മോശയിലൂടെയും ഉടമ്പടിയിലൂടെയും ഉള്ള വെളിപ്പാടിനെ കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ മൂസാ നബി അല്ലെങ്കിൽ മോശയുടെ വിളി ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലിലെ മറ്റൊരു നിർണായക ഘട്ടത്തെ അടയാളപ്പെടുത്തുകയാണ്. കത്തുന്ന മുൾപ്പടർപ്പിൽ വെച്ച് ദൈവം തൻ്റെ ഉടമ്പടി നാമം വളരെ കൃത്യമായിട്ട് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അപ്പോൾ ഈ പ്രഖ്യാപനം ദൈവത്തിൻ്റെ നിത്യവും സ്വയം നിലനിൽക്കുന്നതും മാറ്റമില്ലാത്തതുമായ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ്. ചുറ്റുമുള്ള ജനതകളുടെ ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിൻ്റെ ദൈവം സൃഷ്ടിയെ ആശ്രയിക്കുന്നില്ല. അവൻ അസ്തിത്വമുള്ളവനാണ്. മൂസയിലൂടെ ദൈവം ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് വിടുവിക്കുന്നു. സീനായ് പർവ്വതത്തിൽ ന്യായപ്രമാണം നൽകുന്നു. പുരോഹിത വർഗത്തെ സ്ഥാപിക്കുന്നു. യാഗക്രമം ഏർപ്പെടുത്തുന്നു. വിശുദ്ധിയെക്കുറിച്ച് തൻ്റെ ജനത്തെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ വസ്തുതകൾ അവയിൽ തന്നെ ലക്ഷ്യങ്ങളായിരുന്നില്ല. അവ ക്രിസ്തുവിലൂടെ കൈവരിക്കാൻ പോകുന്ന മഹത്തായ വീണ്ടെടുപ്പിലേക്ക് വിരൽ ചൂണ്ടി യാഗങ്ങൾ പരിപൂർണ യാഗത്തെ മുൻകൂട്ടി കണ്ടു. പുരോഹിതവർഗം പരിപൂർണ മഹാപുരോഹിതനെ മുൻകൂട്ടി കാണുകയാണ്. പെസഹ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ മുൻകൂട്ടി കാണുകയാണ്. സമാഗമന കൂടാരം ക്രിസ്തുവിലൂടെ തൻ്റെ ജനത്തോടൊപ്പം വസിക്കുന്ന ദൈവത്തെ മുൻകൂട്ടി കാണുകയാണ്. അങ്ങനെ മോശയുടെ ഉടമ്പടി പോലും സുവിശേഷത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ പ്രോഗ്രസീവായിട്ടുള്ള റെവലേഷൻ്റെ ഭാഗമായിരുന്നു. എന്ന് പറഞ്ഞാൽ പുരോഗമന വെളിപാടിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ചിന്തിക്കുന്നത് ബൈബിളിൻ്റെ ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന് അതിൻ്റെ ഏകത്വമാണ്. ബൈബിളിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏകത്വമാണ്. ഏകദേശം 15 നൂറ്റാണ്ടുകളിലായി വൈവിധ്യമാർന്ന ചരിത്ര സാഹചര്യങ്ങളിൽ പല മനുഷ്യ എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണെങ്കിലും അത് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് ഉദ്ദേശത്തിൻ്റെ ഒരേ ഒരു യോജിച്ച സംഭവത്തെ അനാവരണം ചെയ്യുകയാണ്. ക്രിസ്ത്യാനികൾ ഈ ഏകത്വത്തെ ഒരു മാനുഷിക നേട്ടമായല്ല, മറിച്ച് ബൈബിൾ എഴുത്തുകാരെ നയിക്കുന്ന ദൈവത്തിൻ്റെ നിവേശത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും തെളിവായിട്ട് മനസ്സിലാക്കും. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചിന്താ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ ഓരോ ഘട്ടവും അതിനുശേഷം വരുന്നതിനെ വഴിയൊരുക്കുന്നു എന്നുള്ളതാണ്. ആദം, നോഹ, അബ്രഹാം, മോശ എന്നിവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് യേശു ക്രിസ്തുവിലൂടെ മാനവികതയെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ പ്രോഗ്രസീവായിക്കൊണ്ടിരുന്ന ആ റെവലേഷൻ്റെ ആ പ്ലാനിൻ്റെ പരസ്പര ബന്ധിതമായ ഘട്ടങ്ങളായിരുന്നു. അതിനാൽ ബൈബിളിനെ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഒരു മഹത്തായ സംഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം ഓരോ ഉടമ്പടിയും
പ്രവചനവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ആത്യന്തികമായി ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ്. അടുത്തായിട്ട് ദൈവത്തെ പരിപൂർണമായിട്ട് നമുക്കറിയാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുദിക്കാം. എല്ലാവരുടെയും മനസ്സിലുദിക്കുന്ന ഒരു ചോദ്യമാണ്. പരിമിതരായ മനുഷ്യർക്ക് അനന്തനായിട്ടുള്ള ദൈവത്തെ സത്യമായി അറിയാൻ കഴിയുമോ എന്നത് ദൈവശാസ്ത്രത്തിലെ ഏറ്റവും അഗാധമായിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. ചരിത്രത്തിലുടനീളം തത്വചിന്തകന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഈ ഒരു ചോദ്യവുമായിട്ട് ഒരുപാട് മല്ലടിച്ചിട്ടുണ്ട്. ദൈവം നിത്യനും അനന്തനും വിശുദ്ധനും അതീതനുമാണെന്നെങ്കിൽ സമയം, സ്ഥലം, പാപം എന്നിവയാൽ ബന്ധിതരായ സൃഷ്ടികൾക്ക് എങ്ങനെ ഈ ദൈവത്തെ അറിയാൻ സാധിക്കും? അതൊരു വളരെ മനോഹരമായ ഒരു ചോദ്യം തന്നെയാണ്. ബൈബിൾ ഈ ചോദ്യത്തിന് പരസ്പര പൂരകങ്ങളായ രണ്ട് സത്യങ്ങളിലൂടെ ഉത്തരം നൽകുന്നു. ഒന്ന്, ദൈവം അഗ്രാഹ്യനാണ്. ഗോഡ് ഈസ് ഇൻകോംപ്രിഹെൻസിബിൾ. ദൈവത്തെ നമുക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ദൈവം മാനുഷിക ധാരണയേക്കാൾ അനന്തമായി വലിയവനാണ്, അപ്രമ്യനായിട്ട് ഇരിക്കുന്നവനാണ്, വസിക്കുന്നവനാണ്. തിരുവെഴുത്തുകൾ അത് വളരെ കൃത്യമായിട്ട് ഉറപ്പിച്ചു പറയുന്നു. അവൻ്റെ അസ്തിത്വത്തെ മാനുഷിക ബുദ്ധിക്കോ ഭാഷയ്ക്കോ അനുഭവത്തിനോ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല എന്നുള്ളത് വളരെ സ്പഷ്ടം തന്നെ. പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് ദൈവത്തിൻ്റെ പ്രഖ്യാപനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാളും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാളും വളരെ ശ്രേഷ്ഠമായിരിക്കുന്നു, ഉയർന്നിരിക്കുന്നു. യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള തൻ്റെ വിവരണത്തെ ആരാധനയുടെ വാക്കുകളോടെ ഉപസംഹരിച്ചുകൊണ്ട് പറയുകയാണ്: ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമ്പത്ത് എത്ര അഗാധം, അവൻ്റെ ന്യായവിധികൾ എത്ര അഗ്രാഹ്യം, അവൻ്റെ വഴികൾ എത്ര അഗോചരം. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം. അതുകൊണ്ട് ദൈവം അഗ്രാഹ്യനാണ്. അവനെ നമുക്കൊട്ടും അറിയാൻ കഴിയുകയില്ല എന്ന് അതിനർത്ഥമില്ല, മറിച്ച് അവനെ പൂർണ്ണമായി അറിയാൻ കഴിയുകയില്ല എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്നെ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അഖിലാണ്ടത്തെയും ഈ അഖിലാണ്ടത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായിരിക്കുന്ന സൃഷ്ടിതാവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് എത്ര പരിമിതമായിരിക്കും. അനന്തനായിട്ടുള്ള സൃഷ്ടാവിനെ പൂർണ്ണമായി ഗ്രഹിക്കാൻ ഒരു സൃഷ്ടിത മനസ്സിനും കഴിയുകയില്ല. ഏയ്ക്കും കഴിയുകയില്ല, ആർക്കും കഴിയുകയില്ല. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് അവൻ അറിയാവുന്നവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാരം മാനുഷിക ധാരണയ്ക്കും അപ്പുറമാണെങ്കിലും ദൈവം കൃപയോടെ തന്നെ യഥാർത്ഥമായി അറിയാൻ കഴിയുന്നവനാക്കി മാറ്റിയിട്ടുണ്ടെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. അവിടെയാണ് ബൈബിൾ നമുക്ക് ഏറ്റവും മനോഹരമായ ഈ സംഭവത്തെ വിവരിച്ചു തരുന്നത്. ഈ അറിവ് മനുഷ്യൻ്റെ നേട്ടത്തിൻ്റെ ഫലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ മുൻകൈയുടെ ഫലമാണ്. ദൈവം മുൻകൈയെടുത്താണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മനുഷ്യനെ തന്നിരിക്കുന്നത്. സൃഷ്ടിയിലും അവൻ്റെ ശക്തമായ പ്രവൃത്തികളിലും തിരുവെഴുത്തിലും പരമമായി യേശു ക്രിസ്തുവിലും ദൈവം തന്നെ വെളിപ്പെടുത്തി തരുന്നു. യേശു പ്രഖ്യാപിച്ചു: എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ ദൈവം അവനെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പോൾ ഏകജാതനായിരിക്കുന്ന ദൈവം പിതാവായ ദൈവത്തെ നമുക്ക് പൂർണ്ണമായി വെളിപ്പെടുത്തി തന്നിരിക്കുന്നുവെന്ന് യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറയുമ്പോൾ, ക്രിസ്ത്യാനികൾ ദൈവത്തിൻ്റെ രഹസ്യത്തെയും അതേപോലെ തന്നെ പ്രാപ്യതയും ഉറപ്പിച്ചു പറയുകയാണ്. ദൈവത്തെക്കുറിച്ചെല്ലാം അറിയാൻ നമുക്ക് കഴിയുകയില്ല, എന്നാൽ അവൻ തന്നെ വെളിപ്പെടുത്തുവാൻ തീരുമാനിച്ചതുകൊണ്ട് നമുക്ക് അവനെ സത്യമായി അറിയാൻ കഴിയും. ഇപ്പോൾ ക്രിസ്തീയവും ഇസ്ലാമികവുമായ വീക്ഷണങ്ങളിൽ ക്രിസ്തുമാർഗവും ഇസ്ലാമും ദൈവത്തിൻ്റെ അതീതമായിട്ടുള്ള മഹത്വത്തെ ഉറപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവൻ്റെ സ്വയം വെളിപ്പെടുത്തലിനെ അവർ വ്യത്യസ്തമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ അന്തിമ സ്വയം വെളിപ്പെടുത്തൽ ജഡമായ നിത്യവചനമായ യേശു ക്രിസ്തുവിലാണെന്ന് ക്രിസ്തീയ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നു. ക്രിസ്തുവിലൂടെ വിശ്വാസികൾ പിതാവിനെ വ്യക്തിപരമായിട്ട് അറിയുകയും അവനുമായി ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അല്ലാഹു തൻ്റെ മാർഗനിർദ്ദേശം വെളിപ്പെടുത്തുന്നു എന്ന് ഇസ്ലാമും പഠിപ്പിക്കുന്നു. എന്നാൽ അത് അവതാരത്തെ അല്ലെങ്കിൽ ഇൻകാർണേഷനെ നിഷേധിക്കുകയും യേശുവിനെ ദൈവത്തിൻ്റെ അന്തിമ സ്വയം വെളിപ്പെടുത്തലായി കണക്കാക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. പകരം അവർ പറയുന്നത് ദൈവിക മാർഗനിർദ്ദേശം ഖുറാനിൽ സമാപിക്കുന്നു എന്ന് പറയുന്നു. വളരെ വലുതാണ് ഈ വ്യത്യാസങ്ങൾ. ക്രിസ്തു മാർഗം വെളിപാടിനെ ദൈവം തൻ്റെ പുത്രനിലൂടെ തന്നെ നൽകുന്നതായിട്ട് അവതരിപ്പിക്കുമ്പോൾ, ഇസ്ലാം
വെളിപാടിനെ പ്രധാനമായും ദൈവം തൻ്റെ അന്തിമ പ്രവാചകനിലൂടെ സന്ദേശം നൽകുന്നതായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പം സന്ദേശത്തിൽ ഒതുക്കുകയാണ് ദൈവിക വെളിപാട് ഇസ്ലാമികമായി ചിന്തിച്ചാൽ. ഈ വ്യത്യാസം തുടർന്ന് വരുന്ന എല്ലാ ഭാഗത്തും നമുക്ക് പരിശോധിക്കുവാൻ സാധിക്കും. അപ്പോൾ ഓരോ പ്രധാന സിദ്ധാന്തത്തെയും നമ്മൾ ഈ പറയുന്ന കാര്യത്തെയും ഇത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളൊന്നായ ദൈവിക വെളിപാടിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയുണ്ടായി. നമ്മൾ കണ്ടത് യുക്തിയിലൂടെ മാത്രം ദൈവത്തെക്കുറിച്ചുള്ള രക്ഷാകരമായ അറിവ് പ്രാപിക്കുവാൻ മാനവികതയ്ക്ക് കഴിയുകയില്ല, മനുഷ്യർക്ക് കഴിയുകയില്ല. ദൈവം പൊതു വെളിപാടിലൂടെയും പ്രത്യേക വെളിപാടിലൂടെയും കൃപയോടെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പൊതു വെളിപാട് സൃഷ്ടിയിലൂടെയും മനസാക്ഷിയിലൂടെയും ദൈവത്തിൻ്റെ ശക്തി, ജ്ഞാനം, ധാർമ്മിക അധികാരം എന്നിവ പ്രദർശിപ്പിക്കുമ്പോൾ, പ്രത്യേക വെളിപാട് ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികൾ, ഉടമ്പടികൾ, പ്രവാചകന്മാർ, ദൈവനിശ്വാസ്യം ലഭിച്ചായിട്ടുള്ള തിരുവെഴുത്തുകൾ, ആത്യന്തികമായി യേശു ക്രിസ്തു എന്നിവയിലൂടെ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് ഉദ്ദേശങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് അനാവരണം ചെയ്തു തന്നിരിക്കുന്നു. അപ്പോകാലിപ്സിസ് ആയിരിക്കുന്നു, അത് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പോൾ ബൈബിൾ വെളിപാട് എന്ന് പറയുന്നത് പുരോഗമനപരമാണ്. അത് യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിയിലും പ്രവൃത്തിയിലും പൂർണ്ണത പ്രാപിക്കുന്നു. അള്ളാഹു വഹയിലൂടെ തൻ്റെ ഹിതം വെളിപ്പെടുത്തിയെന്നും അത് ഖുറാനിൽ സമാപിക്കുന്നുവെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന എന്ന കാര്യത്തിൽ ക്രിസ്തു മാർഗവും ഇസ്ലാം മാർഗവും യോജിക്കുന്നുണ്ടെങ്കിലും ആ വെളിപാടിൻ്റെ സമാപനത്തെയും സ്വഭാവത്തെയും കുറിച്ച് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും ഖുറാൻ്റെ അടിസ്ഥാനത്തിലും ഭയങ്കര വ്യത്യാസം, പകലും ഇരുട്ടും പോലെ ഉള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവം, യേശു ക്രിസ്തു, തിരുവെഴുത്ത്, രക്ഷ എന്നിവയെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ക്രിസ്തീയ ഇസ്ലാമിക ആശയങ്ങൾ മനസ്സിലാക്കുന്നതിന് വെളിപാടെന്ന സിദ്ധാന്തം ആവശ്യമായ അടിത്തറ നമുക്ക് തരുന്നുണ്ട്. അപ്പം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി നിങ്ങൾ കാണുകയും ഇതിൻ്റെ മുൻ എപ്പിസോഡും കൂടി ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുകയും ചെയ്യുകയും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളിതൊന്ന് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, പല പ്രാവശ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവുണ്ടായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മനുഷ്യർക്ക് യുക്തിയും മനസാക്ഷിയും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവിക വെളിപാട് ആവശ്യമായിരിക്കുന്നതെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. രണ്ടാമതായിട്ട്, പൊതു വെളിപാടും പ്രത്യേക വെളിപ്പാടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൂന്നാമതായിട്ട്, പുരോഗമന വെളിപാട് എങ്ങനെയാണ് ബൈബിളിൻ്റെ ഏകത്വത്തെ തെളിയിക്കുന്നത്? നാലാമതായിട്ട്, എന്തുകൊണ്ടാണ് പുതിയ നിയമം യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പൂർണ്ണ വെളിപ്പാടായി അവതരിപ്പിക്കുന്നത്? അഞ്ചാമതായിട്ട്, ഇസ്ലാമിക ദൈവശാസ്ത്രത്തിലെ വഹയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ആറാമതായിട്ട്, വെളിപാടിനെ കുറിച്ച് ക്രിസ്തു മാർഗവും ഇസ്ലാമും ഏതൊക്കെ കാര്യങ്ങളിൽ യോജിക്കുന്നു? ഏഴാമതായിട്ട്, ബൈബിൾ വെളിപാടും ഇസ്ലാമിക വെളിപാട് സിദ്ധാന്തങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എട്ടാമതായിട്ട്, വെളിപാടെന്ന സിദ്ധാന്തം ക്രിസ്തീയ ആരാധനയെയും ശിഷ്യത്വത്തെയും സാക്ഷ്യത്തെയും എങ്ങനെ സ്വാധീനിക്കണം? ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകൾ കേൾക്കാം. നന്ദി, നമസ്കാരം.